ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇൻസ്റ്റയിലും മറ്റും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റർ മിഡ്നൈറ്റ് എന്ന മൂവിയാണ്. കുറച്ചധികം ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് ഞാൻ ഈ ഒരു മൂവി ചെയ്യുന്നത്. ഈ മൂവി കണ്ടുകൊണ്ടിരിക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല. എന്നാൽ ക്ലൈമാക്സിൽ നിങ്ങളെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ഗ്രാമത്തിൽ നിന്ന് ഗോപാൽ എന്ന് പറയുന്ന ഒരാളാകട്ടെ ഉമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നതാണ്. ട്രെയിനിൽ മുംബൈയിലേക്ക് എത്തുന്ന സമയത്ത് ഗോപാൽ നല്ല ഉറക്കമായിരുന്നു. ഉമ ഉണർന്നു തന്നെ ഇരിക്കുന്നു. മുംബൈയിലെ ഒരു തെരുവിലെ ഒരു ചെറിയ മുറിയിലായിരുന്നു ഗോപാലിന്റെ താമസം. അവിടെ എല്ലാം തന്നെ ഒറ്റമുറി മാത്രമുള്ള ഒരുപാട് വീടുകളുണ്ട്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. അത്രയധികം കൺജസ്റ്റഡ് ആയിരുന്നു ആ ഒരു റൂം. കുറെ നേരം ഇവർ രണ്ടുപേരും ആ ബെഡിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. അത് കഴിയുമ്പോൾ ഉമ എഴുന്നേറ്റ് തന്റെ ഡ്രസ്സ് മാറാൻ തുടങ്ങിയതും പെട്ടെന്ന് ഗോപാൽ അവൾക്ക് പ്രൈവസി കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഡ്രസ്സ് മാറി നൈറ്റി ഇട്ടിട്ട് ഉമ വന്ന് കിടന്നു. കുറച്ച് കഴിയുമ്പോൾ ഗോപാൽ അകത്തേക്ക് കയറി വന്ന് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതായത് അവന് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് അവളിന് പുറത്തേക്ക് പോകണം. ദേഷ്യം വന്ന് അവളാകട്ടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്ന് സിഗരറ്റ് വലിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ഡ്രസ്സ് മാറി കിടന്നു കഴിയുമ്പോൾ അവളും വന്ന് കിടക്കുന്നു. പുതിയ സ്ഥലമൊക്കെ ആയത് കാരണം അവൾക്ക് ഒട്ടും തന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ രാത്രിയിൽ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങുന്നുണ്ട്. പിന്നെ എപ്പോഴോ വന്ന് കിടന്നുറങ്ങി. രാവിലെ അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഗോപാൽ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവളോടൊന്ന് പറയുക പോലും ചെയ്യാതെയാണ് അവൻ പോയത്. മാത്രമല്ല ആ വീട്ടില് കഴിക്കാൻ ഒന്നും തന്നെയില്ല. അവനാകട്ടെ ആഹാരം വാങ്ങാൻ വേണ്ടിയിട്ട് കാശും വെച്ചിട്ടില്ല. വിശന്ന് ഭ്രാന്ത് പിടിച്ച അവളാകട്ടെ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കുന്നു. ആ വാതിൽ നേരെ തുറക്കുന്നത് ചെറിയൊരു റോഡിലേക്കാണ്. അവളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതും തൊട്ടപ്പുറത്തെ വീട്ടിലെ ശീതൾ എന്ന് പറഞ്ഞ സ്ത്രീയാകട്ടെ അവളോട് നെയ്യിരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒന്നും മിണ്ടാതെ അവൾ തിരിച്ചു കയറി കഥ കടച്ചു. ഗോപാല് വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു അവനോട് ചൂടാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാത്രിയായി. ഗോപാല് വന്ന് വാതിലിന് മുട്ടിയതും അവള് വാതില് തുറക്കുന്നു. അവനെ തെറി വിളിക്കാൻ വേണ്ടി തുടങ്ങിയതും അവനാകട്ടെ നേരെ ഉള്ളിലേക്ക് ബോധം കെട്ട് വീഴുകയാണ്. നല്ല പോലെ കുടിച്ചിട്ടായിരുന്നു അവൻ വന്നത്. അവിടെ തന്നെ കിടന്ന് ഉറക്കുവായി. അവന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്ത് അതിലെ കാശ് എടുത്തുകൊണ്ട് അവള് നേരെ കടയിൽ പോയി കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടുവരുന്നു. അതൊക്കെ തിന്ന് ദേഷ്യത്തിൽ അവനെ നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഗോപാല് കണ്ണു തുറക്കുമ്പോൾ തന്നെ നോക്കി ദേഷ്യത്തോടെ ഇരുന്നു കൊണ്ട് പല്ല് തേക്കുന്ന ഉമയാണ് അവൻ കാണുന്നത്. നീ ഇന്നലെ എവിടെയായിരുന്നു, എന്ത് കോലത്തിൽ നീ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എന്റെ കല്യാണം കഴിഞ്ഞ പ്രമാണിച്ച് എന്റെ കൂട്ടുകാരൊരു പാർട്ടി തന്നതാ, അതുകൊണ്ട് ഞാൻ കുറച്ച് മദ്യപിച്ചു പോയെന്ന്. ഇങ്ങനെ ആൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയെന്ന് ചോദിക്കുന്നു. എനിക്ക് ആഹാരം കഴിക്കണ്ടേ? നീ ആഹാരം വാങ്ങിക്കൊണ്ട് വന്നതുമില്ല, കാശ് പോലും വെച്ചിട്ട് പോയതുമില്ല. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ അവൻ റെഡിയായി ജോലിക്ക് പോകാൻ തുടങ്ങിയായിരുന്നു. അവൾ അവന്റെ നേരെ കൈ നീട്ടുന്നു. കുറച്ച് കാശ് അവിടെ വെച്ചിട്ട് അവൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. കുറെ നേരം അവൾ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്നതൊക്കെ നോക്കിയിരിക്കുന്നു. അവളുടെ വിവാഹ സമയത്ത് ഇട്ടിരുന്ന വളകളെല്ലാം അവളുടെ കയ്യിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതാകട്ടെ അവൾക്ക് നല്ല രീതിയിൽ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം തന്നെ ഇങ്ങനെ കിലുങ്ങിക്കൊണ്ടേയിരിക്കും. കുറെ നേരം അങ്ങനെ ഇരുന്നിട്ട് അവൾ തന്റെ കയ്യിൽ അവൻ കൊടുത്ത കാശും കൊണ്ടുപോയി കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നു. സാധനങ്ങൾ വാങ്ങി വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്കറിയില്ല. കത്തിയില്ലാത്ത കാരണം ശീതളിന്റെ കയ്യിൽ നിന്ന് ഒരു കത്തി വാങ്ങുന്നു. ആ കത്തി കൊണ്ട് എങ്ങനെയാണ് പച്ചക്കറി മുറിക്കേണ്ടതെന്നോ എങ്ങനെ ആഹാരം ഉണ്ടാക്കണമെന്നോ ഒന്നും തന്നെ അവൾക്ക് അറിയില്ലായിരുന്നു. സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന പോലെ വീട്ടിലെ ഒരു ജോലിയും ചെയ്യാൻ അവൾക്കറിയില്ല. അന്ന് രാത്രി ജോലി കഴിഞ്ഞ് ഗോപാൽ തിരിച്ചു വരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ വീടുകളിലും സ്ത്രീകൾ അവരുടെ പുരുഷന്മാർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. എന്നാൽ ഗോപാൽ തന്റെ വീട്ടിലെത്തിയപ്പോൾ അപ്പോഴും ഉമ്മ ആട്ടയുമായിട്ട് മൽപ്പിടുത്തത്തിലാണ്. അവൾക്കത് കുഴയ്ക്കാൻ അറിയില്ല. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അവൾ പറയുന്നു. ശരി, നീ കൈ കഴുകുന്നു പറഞ്ഞിട്ട് ഗോപാൽ അവളുടെ കൈ കഴുകിച്ചിട്ട് പുറത്തു നിന്നും ആഹാരം വാങ്ങിക്കൊണ്ടുവരികയാണ്. രാത്രി കിടക്കാൻ നേരത്ത് അവളാകട്ടെ തന്റെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അവിടേക്ക് വന്ന് കിടക്കുന്നു. എന്നിട്ട് ഗോപാലിന്റെ നേരെ കൈ നീട്ടുന്നുണ്ട്. ഗോപാലാകട്ടെ അവളെ വലിയ രീതിയിൽ മൈൻഡൊന്നും കൊടുക്കാതെ അവളുടെ കൈ പിടിച്ചൊരു ഷേക്കാൻഡും കൊടുത്തിട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. അതായത് വിവാഹം കഴിഞ്ഞിട്ടും ഇവർക്കിടയിൽ ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ആകട്ടെ അവള് വീണ്ടും അവനോട് കാശ് ചോദിക്കുന്നു. എന്നാൽ ഞാൻ നിനക്ക് തന്ന കാശ് ഒരാഴ്ചക്ക് വേണ്ടി ഉള്ളതായിരുന്നു, നീ അത് ഒരു ദിവസം കൊണ്ട് തീർത്തു. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന പോലെ കുടുംബം നോക്കാൻ നീ പഠിക്കണം. എനിക്കിതൊന്നും അറിയില്ല എന്നാണ് അവള് പറയുന്നത്. അവനാകട്ടെ അവളെ അതെല്ലാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയാണ്. ഓരോ ദിവസം എന്തൊക്കെ ഉണ്ടാക്കണം, എത്ര രൂപ ഓരോ ദിവസം ചെലവാക്കണം, ഇതെല്ലാം എഴുതി കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവളാകട്ടെ ശീതളിന്റെ അടുത്ത് പോയിരുന്ന് ചില കറികളൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്നുണ്ട്. അന്ന് രാത്രി അവൾ ഉണ്ടാക്കി കൊടുത്ത കറി കഴിച്ചിട്ട് ഗോപാല് പറയുന്നുണ്ട്, നന്നായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. ആഹാരം കഴിച്ച ശേഷം ഇവർ രണ്ടുപേരും മുഖാമുഖം നോക്കിയിരിക്കുകയായിരുന്നു. ഒന്നും സംസാരിക്കാനില്ല. എന്നാൽ നമുക്കൊരു സിഗരറ്റ് വലിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി അവൾ പുറത്തേക്ക് ഇറങ്ങി. കുറച്ചുനേരം സിഗരറ്റും വലിച്ച് നടക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഇവർക്കിടയിൽ വലിയ സംസാരമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ഒരേ ഗ്രാമത്തിൽ നിന്ന് തന്നെ ഉള്ളവരാണ്. രണ്ടുപേർക്കും ഇഷ്ടമല്ലാത്ത വിവാഹവുമായിരുന്നു ഇത്. വീട്ടുകാരുടെ നിർബന്ധം കാരണം വിവാഹം കഴിച്ചതാണ്. പിറ്റേന്ന് ഉമ്മ വീണ്ടും ശീതളിന്റെ അടുത്ത് എന്നെ വീണ്ടും ആഹാരം ഉണ്ടാക്കാൻ പഠിപ്പിക്കാമെന്ന് ചോദിക്കുമ്പോൾ ശീതൾ പറയുന്നുണ്ട്, ഇനി നീ തനിയെ പഠിച്ചാൽ മതി, എനിക്കെങ്ങും വയ്യാന്ന്. അന്ന് മുഴുവൻ അവൾ അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുന്നു. കുറെ നേരം വീടിനുള്ളിലിരിക്കുന്നു, കുറച്ചു നേരം പുറത്തിരിക്കുന്നു. പിറ്റേന്നൊരു ഞായറാഴ്ചയായിരുന്നു. എന്നാൽ ഗോപാലിന് തീരെ സുഖമില്ല. അവൻ കുറെ വോമിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ അവനോട് പറയുന്നുണ്ട്, ഇന്ന് സൺഡേ ആയിട്ട് നിനക്ക് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൂടെ എന്ന്. വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ എന്നെ കറങ്ങാൻ കൊണ്ടുപോയിട്ടില്ല. അടുത്ത ഞായറാഴ്ച എന്റെ ഒരു ബന്ധുവിന്റെ കല്യാണം ഉണ്ട്, നമുക്ക് അവിടെ പോകാമെന്ന് പറയുന്നു. അതൊന്നും പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ കറങ്ങാൻ പോകണമെന്നാണ് അവള് പറയുന്നത്. അങ്ങനെ അവസാനം അവൻ അവളെയും കൂട്ടി ഒരു ബീച്ച് കാണാൻ പോകുന്നു. എന്നാൽ 13 മണിക്കൂർ ഉണ്ടായിരുന്നു ആ യാത്ര. ആ യാത്രയിൽ മുഴുവൻ അവൾക്ക് മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയില്ല. അവളുടെ കയ്യിലെ വളകളായിരുന്നു അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ബീച്ച് കാണാൻ അവിടെ എത്തിയ ശേഷം കുറച്ചു നേരം പോലും അവിടെ ഒന്നും കറങ്ങാൻ പറ്റിയില്ല. അടുത്ത വണ്ടിക്ക് തിരിച്ചു വരേണ്ടി വരികയാണ് ഇവർക്ക്. എന്നാൽ മാത്രമേ അവന് പിറ്റേന്ന് ജോലിക്ക് കയറാൻ പറ്റൂ. അവൾക്കാകട്ടെ ഇതെല്ലാം കേട്ട് ദേഷ്യവും വരുന്നു. തിരിച്ചു വണ്ടിയിൽ കയറി
കഴിയുമ്പോൾ അവളുടെ കൈകളിലെ വളകളുടെ പോലെ ആ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാ സ്ത്രീകളുടെ വളകളും കിലുങ്ങാൻ തുടങ്ങി. അങ്ങനെ വെളുപ്പിനെയായപ്പോഴാണ് അവർ തിരിച്ചെത്തിയ ഉടനെ തന്നെ ഗോപാൽ ജോലിക്ക് പോയി. അവളാകട്ടെ ആ വള എങ്ങനെയെങ്കിലും പൊട്ടിച്ചു കളയണമെന്ന് കരുതി ഒരാളുടെ അടുത്ത് നിന്നിട്ട് ഇതൊന്ന് പൊട്ടിക്കാമെന്ന് ചോദിക്കുന്നു. എന്നാൽ വിവാഹത്തിന്റെ വളകളിലെ പൊട്ടിച്ചാൽ അപശകനമല്ലേ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് അവൾ അയാളെ കൊണ്ട് ആ വളകളെല്ലാം പൊട്ടിക്കുന്നു. പിന്നീട് അടുത്ത സൺഡേ ഗോപാലിന്റെ കൂടെ ഇവളാകട്ടെ അവന്റെ ബന്ധുവിന്റെ കല്യാണത്തിന് പോയി. അവിടെ പോയിരുന്നിട്ട് അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ഒട്ടും സുഖമില്ല, ബോറടിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇത്രയും ദിവസമായിട്ടും ഗോപാൽ ഒരു രീതിയിലും അവളുമായിട്ടൊരു ഫിസിക്കൽ കോണ്ടാക്റ്റും ഇല്ല. അവനൊരു സൈഡിലേക്ക് കിടന്നുറങ്ങും, അവൾ മറ്റൊരു സൈഡിലേക്കും. വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉമയാകട്ടെ വല്ലാത്ത രീതിയിൽ വോമിറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് കഴിച്ച ആഹാരം തനിക്ക് പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ടാ. പിറ്റേന്ന് ഗോപാൽ ജോലിക്ക് പോയ ശേഷം അവളാകട്ടെ ആ ഭിത്തിയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കുറെ നേരം അങ്ങനെ ഇരുന്നിട്ട് അവിടെ നിന്നും തൊട്ടടുത്തുള്ള ഒരു ബിൽഡിംഗിലേക്ക് പോകുന്നു. ആരും കാണാതെ അവിടെ നിന്നും കുറെ ചെടിച്ചട്ടികൾ എടുത്തുകൊണ്ട് വന്ന് തന്റെ വീടിനുള്ളിൽ വെക്കുകയാണ്. എന്നിട്ട് അതിന്റെ എല്ലാം ഇടയ്ക്കിരുന്ന് ഇവൾ സിഗരറ്റ് വലിക്കുന്നു. ഒരുതരം ഭ്രാന്തുള്ള സ്ത്രീകൾ കാണിക്കുന്ന പോലെയായിരുന്നു അവൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ എവിടെയെല്ലാം കറങ്ങി നടക്കുന്നുണ്ട്. ഒടുവിൽ കറങ്ങി റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ കയറി അവൾ എവിടേക്കോ പോയി. ഒരു ബീച്ചിന്റെ സൈഡിൽ പോയിട്ട് കുറച്ച് ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന ആൾക്കാരൊക്കെ കരയുന്നുണ്ട്. അവിടെ ഇരുന്ന് അവൾക്ക് ദേഷ്യം വന്നിട്ട് അവള് തിരിച്ച് വീണ്ടും നടക്കാൻ ആരംഭിച്ചു. അവിടെ അടുത്തൊരു കമ്പനി ഉണ്ടായിരുന്നു. അവിടെ കയറി എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു. അവിടുത്തെ ഒരാൾ പറയുന്നുണ്ട് ഇവിടെ തുടയ്ക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ എന്ന്. ക്ലീനിങ്ങിൽ ഞാനൊരു ദേവതയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ജോലി ഏറ്റെടുത്തു. അങ്ങനെ രാത്രി വരെ അവൾ അവിടെ നിന്ന് തുടയ്ക്കുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് ആ മോപ്പും ബക്കറ്റുമായിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് സെക്യൂരിറ്റിക്കാരൻ ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവിടണോ എന്ന്. വേണമെങ്കിൽ നിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അവൾ അയാളുടെ കൂടെ സൈക്കിളിലേക്ക് കയറി. എന്നാൽ അവളുടെ വീടാകട്ടെ ഇവിടെ നിന്നും 4 മണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു. പാതി വഴി അയാൾ കൊണ്ടുവിട്ടു, ബാക്കി പാതി നീ തനിയെ പോകാൻ പറയുന്നു. അങ്ങനെ അവൾ നടന്ന് വീട്ടിലെത്തി. പിറ്റേന്ന് അവൾ ശീതളിന്റെ കൂടെ കുറെ നേരം സംസാരിച്ചിരിക്കുന്നു. പിന്നീട് ജോലിക്ക് പോകുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു ഇവളുടെ റുട്ടീൻ. ഒരു ദിവസം അവൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് കുറെ ട്രാൻസ്ജെൻഡേഴ്സ് വഴിയിൽ നിന്ന് അവളോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഈ വെളുത്ത നിറത്തിന് പിന്നിലുള്ള രഹസ്യം എന്താണ്, ഏത് ക്രീമാണ് നീ തേക്കുന്നതെന്ന്. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഓടിപ്പോയി. ശീതൾ അവളോട് ചോദിക്കുന്നുണ്ട് നീ ദിവസം തോറും ഇങ്ങനെ മെലിഞ്ഞു വരുവാണല്ലോ, എന്താ ആഹാരമൊന്നും കഴിക്കുന്നില്ലേ, വേണമെങ്കിൽ പോയി ഡോക്ടറെ കാണാൻ. അവളുടെ ആരോഗ്യസ്ഥിതി മോശമായി വരുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ സെക്യൂരിറ്റി ആകട്ടെ ഒരു ദിവസം അവളെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അയാൾ അവളെ നല്ലപോലെ കെയർ ചെയ്യുമായിരുന്നു. എന്നാൽ ഡോക്ടർ പറയുന്നത് നല്ലപോലെ ആഹാരം കഴിക്ക്, ചെറിയൊരു പ്രശ്നമേ വയറിനുള്ളൂ എന്നാണ്. പിറ്റേന്ന് അവളാകട്ടെ ശീതളിന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുകയാണ്. എന്നാൽ ശീതളാകട്ടെ അവരുടെ നാട്ടിലേക്ക് പോകാനുള്ള പാക്കിങ്ങിലായിരുന്നു. നീ നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോയി, ഇവിടെ എന്തിനാ വന്നിരിക്കുന്നത്. എന്നാൽ അയാൾ ഇതുവരെ വന്നിട്ടില്ല, ഇനി അരമണിക്കൂർ എടുക്കുമെന്ന് അവൾ പറയുന്നു. പക്ഷെ അയാളൊക്കെ എപ്പോഴേ വന്നു, ഈ ഭിത്തിയുടെ അപ്പുറത്ത് അയാൾ ഇരിപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശീതൾ അങ്ങനെ പറയുന്ന കേട്ടിട്ട് ഉമയാകട്ടെ ഓടിപ്പോയി വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ഗോപാൽ അവിടെ ഇരുന്ന് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതാണ്. അവൾ ആകെ വല്ലാതെയായി. പെട്ടെന്ന് മോപ്പും ബക്കറ്റും എടുത്ത് അവിടെ നിന്ന് ഓടിപ്പോയി. അങ്ങനെ അന്ന് രാത്രി അവൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ സെക്യൂരിറ്റി മുകളിൽ ടെറസിൽ പോയി ഇരിക്കുന്നത് കണ്ടിട്ട് അവളും കൂടെ പോയിരിക്കുന്നു. കുറച്ചുനേരം ഇരിക്കാമെന്നാ കരുതിയത്. പക്ഷെ അന്ന് രാത്രി മുഴുവൻ അവൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ അവൾ എഴുന്നേറ്റ് പോകാൻ നേരത്ത് ആ ട്രാൻസ്ജെൻഡേഴ്സ് അവളെ ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട്. അവൾ അവരുടെ കൂടെ കുറച്ചുനേരം ഇരിക്കുമ്പോഴാകട്ടെ അവിടെ നല്ല നിശബ്ദതയായിരുന്നു. തന്റെ ചെവിയിൽ എന്തോ സൗണ്ട് കേൾക്കുന്നു എന്ന് അവൾ പറയുന്നു. എന്നാൽ വേറെ ആർക്കും ഒന്നും തന്നെ കേട്ടില്ല. അങ്ങനെ പകല് മുഴുവൻ അവൾ കുറെ നേരം കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു. എന്നാൽ ആ വെയിൽ കൊണ്ടിട്ടും അവൾക്ക് വല്ലാതെ കുളിരാൻ തുടങ്ങി. ഒരു മോഡേൺ ആയിട്ടുള്ള സ്ത്രീ അവളെടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ ഈ സ്കിന്നിന്റെ രഹസ്യം എന്താണെന്ന്, നീ ഇത്രയും വെളുത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ക്രീമാ തേച്ചത്. അവൾ അതിനൊന്നും മറുപടി കൊടുക്കാതെ അവിടെ നിന്ന് ഓടിപ്പോയി. എന്നിട്ട് ഒരിടത്ത് നിന്നൊരു കൂളിംഗ് ഗ്ലാസും ഒരു കമ്പിളി പതുപ്പൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതെല്ലാം ചുറ്റിക്കൊണ്ടാണ് അവൾ വീട്ടിലേക്ക് വരുന്നത്. അവിടെ വേറെ ആർക്കും അനുഭവപ്പെടാത്ത തണുപ്പായിരുന്നു അവൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വരാതെ അവൾ രാത്രി തന്നെ ഇറങ്ങി ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആ ഡോക്ടറിനോട് തന്റെ ചെവിക്ക് വേദന എടുക്കുമെന്ന് പറയുന്നു. എന്നാൽ അവളുടെ ചെവി രണ്ടും ഓക്കെ ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. രാത്രി അവൾ എവിടെയോ കിടന്നുറങ്ങി. രാവിലെ സൂര്യപ്രകാശം അടിക്കുമ്പോഴാണ് അവൾ അവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നത്. രാത്രി മുഴുവൻ ഇവൾ വീട്ടിലില്ലാത്ത കാരണം ഗോപാൽ അവളെ അന്വേഷിക്കുകയായിരുന്നു. അവൾ വരുന്നത് കണ്ടത് അവൻ ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നു എന്ന്. ഞാനൊന്ന് നടക്കാൻ പോയതാണെന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. രാത്രിയിൽ ഗോപാലിരുന്ന് ആഹാരം കഴിക്കുന്നു. എന്നാൽ അവളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. നീ കുറച്ചു ദിവസമായിട്ട് ആഹാരം കഴിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ഗോപാല് അവളോട് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നില്ല, വയറിന് തീരെ സുഖമില്ല എന്ന്. ഹോസ്പിറ്റലെങ്ങാനും പോണോന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, ഞാൻ ഓക്കെ ആണെന്നാണ് അവള് പറയുന്നത്. അന്ന് അവൾ ജോലിക്ക് പോയ ശേഷം അവിടെ തുടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നു. കുറച്ചു കഴിയുമ്പോൾ തന്നെ ബോധം തെളിയുകയും ചെയ്യുന്നു. ജോലി കഴിഞ്ഞ് അവൾ തിരിച്ച് റോഡിലൂടെ പോകാൻ നേരത്ത് അവളുടെ അടുത്തേക്ക് ഒരാട് വരുന്നുണ്ട്. അവള് പതിയെ ആ ആടിന്റെ അടുത്തേക്ക് ചെന്ന് അതിനെ പിടിച്ച ശേഷം അതിന്റെ കഴുത്തിന് കടിച്ച് രക്തം കുടിക്കുകയാണ്. അവൾ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നതെന്ന് നമുക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാകില്ല. രക്തം കുടിച്ച് ആ ആട് ചത്തു കഴിയുമ്പോൾ അവളാകട്ടെ അതിനോട് സോറിയും പറയുന്നു. അതിനുശേഷം അതിനെ എടുത്ത് വേസ്റ്റ് കോണിയിലേക്ക് ഇട്ടു. പിന്നെ സാധനങ്ങളുമായി നേരെ വീട്ടിലെത്തിയ ശേഷം ഗോപാലിനെ കെട്ടിപ്പിടിച്ച് അവനൊരു ഉമ്മയും കൊടുത്തിട്ട് കിടന്നുറങ്ങുന്നു. ഇവൾ എന്തായി കാണിക്കുന്നതെന്ന് ഗോപാലിന് മനസ്സിലായില്ല. ഇവർക്കിടയിൽ ഇപ്പോഴും ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ അവള് മൂടിപ്പൊതിച്ച് ആ ആടിനെ കൊന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ അപ്പോഴും ആ രക്തം മാത്രം കിടപ്പുണ്ടായിരുന്നു. പിറ്റേന്ന് ഗോപാൽ നോക്കുമ്പോഴും അവൾ ഒന്നും തന്നെ കഴിക്കുന്നില്ല. എന്നാൽ അവൻ ആഹാരം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ ബാക്കിയിരുന്ന ചോറ് അവന്റെ പാത്രത്തിലിട്ട് അവൾ കഴിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു കഴിഞ്ഞതും അതെല്ലാം തന്നെ വൊമിറ്റ് ചെയ്ത് കളയുന്നു.
മുഴുവൻ സമയവും അവൾ ഒന്നുകിൽ ബെഡിൽ കിടക്കും അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രി അവൾ ഒരു കാട്ടിലേക്ക് കയറി പോകുന്നു. അവിടെ നിന്ന് ഒരു പക്ഷിയെ പിടിച്ച് അതിന്റെ രക്തം ഊറ്റി കൊടുക്കുന്നു. എന്നിട്ട് അതിനെ ഒരു വെള്ള തുണിയിൽ പൊതിയുന്നുണ്ട്. സോറി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കട്ടിലിനടിയിലുള്ള ബോക്സിലേക്ക് അതിനെ കൊണ്ടുവയ്ക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം ഇത് സ്ഥിരം പരിപാടിയായി. കാട്ടിലും അവിടെ ഇവിടെ എല്ലാം പോയിട്ട് കുറെ പക്ഷികളെ പിടിക്കും. ഇതിനെയെല്ലാം കൊന്ന് രക്തം ഊറ്റി കുടിച്ചിട്ട് അതിനെല്ലാം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവയ്ക്കും. വെക്കുമ്പോ ഒരു സോറിയും പറയും. ജോലിക്ക് പോകുന്നു, പക്ഷികളെ തിന്നുന്നു, അതിനെ ഇങ്ങനെ കട്ടിലിന്റെ അടിയിൽ കൊണ്ടുവയ്ക്കുന്നു. ഇതൊക്കെ തന്നെയായി സ്ഥിരം പരിപാടി. ഒരു ദിവസം ഗോപാല് അവളോട് പറയുന്നുണ്ട് ഇവിടെ എന്തോ നാറ്റം ഉണ്ടെന്ന്. എന്നാൽ അല്ല തന്നെ ഈ നാട് മുഴുവൻ നാറ്റമാണെന്നാണ് അവള് പറയുന്നത്. അങ്ങനെ ഗോപാല് ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് അവള് കുറച്ചുനേരം കിടക്കുകയായിരുന്നു. ആ സമയത്ത് അവള് കൊന്ന് തുണിയിൽ ചുറ്റി വെച്ചിരുന്ന ആ കിളികളുണ്ടല്ലോ, അതെല്ലാം തന്നെ ജീവൻ വെച്ച് കട്ടിലിന്റെ അടിയിൽ നിന്നും പുറത്തേക്ക് വരാൻ ആരംഭിച്ചു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് ഇവളാകട്ടെ ഒരു ഫോൺ ബൂത്തിൽ നിന്നും ഗോപാലിന്റെ കമ്പനിയിലേക്ക് വിളിക്കുന്നതാണ്. ഉമ്മയാണ് വിളിച്ചതെന്ന് അറിയുമ്പോൾ ഗോപാൽ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റി, നീ ഓക്കെ അല്ലേന്ന്. ഞാൻ ഓക്കെയാണ്, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്. അവള് പെട്ടെന്ന് ഫോൺ വെച്ചു. വീട്ടിലെത്തി കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന്. എന്നാൽ ഗോപാൽ അവളോട് പറയുന്നു നീ ആദ്യം പറ, എനിക്ക് നിന്നോട് ഒരു സത്യം തുറന്നു പറയാനുണ്ട്. പക്ഷെ ആ കാര്യം കേട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ തന്നെ എന്നോട് പറയും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. ഞാൻ പറയുന്ന കാര്യം നിനക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, എന്നാലും നീ എന്നെ വിശ്വസിച്ചെങ്കിലേ പറ്റൂ. നേരത്തെ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ ഓക്കെയാണ്. എങ്ങനെ ഓക്കെ ആകണമെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ അവളെ പറ്റിയുള്ള എന്തോരു രഹസ്യം അവൾ ഗോപാലിനോട് പറയുന്നുണ്ട്. അതെന്താണെന്ന് മൂവിയിലുടനീളം നമ്മളെ കേൾപ്പിക്കുന്നില്ല. പക്ഷെ ആ രഹസ്യം കേട്ടിട്ട് ഗോപാൽ അങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ അവരുടെ വാതിൽ ആരോ തട്ടുന്നു. ഇപ്പൊ ആരാ വന്നിരിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ഗോപാൽ പറയുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ടാണ്, ബീച്ചിലേക്ക് പോവാൻ നമ്മളെ കൂട്ടാൻ വേണ്ടി അവൻ വന്നതാണ്. വേറെ വഴിയില്ലാതെ ഇവർക്ക് രണ്ടുപേർക്കും ആ ഫ്രണ്ട്സിന്റെ കൂടെ പോകേണ്ടി വരുന്നു. എന്നാൽ ബീച്ചിൽ ചെന്ന് കഴിയുമ്പോൾ ആ കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരോടൊന്നും മിണ്ടുന്നില്ല. ഇവർ രണ്ടുപേരും പ്രതിമകളെ പോലെ അവിടെ ഇരിക്കുന്നു. ദേഷ്യം വന്നിട്ട് അവളാകട്ടെ ആ കപ്പിൾസിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ നായയെ ഞാൻ നടത്താൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അവർ ഉമ്മയുടെ കയ്യിൽ ആ നായയെ കൊടുത്തു. അവളാകട്ടെ വഴിയിൽ കണ്ടൊരു കൊച്ചിന് ആ നായയെ കൊടുത്തിട്ട് തിരിച്ച് ഇവരോട് വന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ നായ ഓടിപ്പോയെന്ന്. എന്നിട്ട് ഗോപാലിനെയും കൂട്ടി അവിടെ നിന്നും പോയി. ഇന്ന് സൺഡേയില് നമ്മളിനി എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ സാധാരണ ആൾക്കാർ സൺഡേയിൽ എന്ത് ചെയ്യുന്നത് അത് തന്നെ ചെയ്യാമെന്ന്. ഇവർ രണ്ടുപേരും റോഡ് സൈഡിൽ പോയി കുത്തിയിരിക്കുകയാണ്. നമ്മൾ സാധാരണ ആൾക്കാരല്ലാന്ന് തോന്നുന്നു ഗോപാൽ പറയുന്നു. അവൾക്ക് അതൊക്കെ കേട്ട് ചിരിയായിരുന്നു വരുന്നത്. പിന്നെ കുറെ ദൂരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി. അവിടെ നീല നിറത്തിലുള്ള ക്യാൻഡി ഇരിക്കുന്ന കണ്ടിട്ട് അവൾ അവനോട് ചോദിക്കുന്നുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ നാവ് നീല നിറത്തിലാവുമെന്ന്. എനിക്കറിയില്ല, ഞാൻ വാങ്ങിത്തരാമെന്ന് അവൻ പറയുന്നു. വേണ്ടാന്ന് പറഞ്ഞ് അവൾ ഓടി ട്രെയിനിലേക്ക് കയറാൻ പോയി. എന്നാൽ അവനാകട്ടെ ആ ക്യാൻഡിയും വാങ്ങിയിട്ട് ട്രെയിനിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അവസാനം അവൻ ഓടിയാണ് അവളുള്ള സ്ഥലത്തേക്ക് വരുന്നത്. നീ എന്തിനാ ഓടി വരാൻ പോയത്, നിനക്ക് അടുത്ത ട്രെയിൻ വന്നാ പോരായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷെ എനിക്കപ്പോൾ ഓടി വരാനാ തോന്നിയതെന്നാണ് അവൻ പറയുന്നത്. അവൻ ആ ക്യാൻഡി അവൾക്ക് കൊടുത്തെങ്കിലും അവൾ അതെടുത്ത് ദൂരേക്ക് കളയുന്നു. നമുക്ക് സുഹൃത്തുക്കളാകാമെന്ന് അവൾ പറയുന്നു. അവനും ഇത് സമ്മതമായിരുന്നു. സുഹൃത്തുക്കൾ കെട്ടിപ്പിടിക്കും, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനും കിസ് ചെയ്യാനും അവൾ പറയുന്നു. അങ്ങനെ പെട്ടെന്ന് ഇവർ രണ്ടുപേരും ഒരു ഉമ്മ വെക്കുന്നു. അതിനുശേഷം വീട്ടിലേക്ക് എത്തിയ അവരാകട്ടെ അന്ന് രാത്രി സെക്സിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയാണ്. രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോ അവള് കാണുന്നതാകട്ടെ കട്ടലിന്റെ അടിയിൽ അവള് പൊതിഞ്ഞു വെച്ചിരുന്ന കിളികൾ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം ജീവൻ വെച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. അത് വിളിച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് അവള് ഗോപാലിനെ വിളിച്ചെങ്കിലും അവൻ ഉണർന്നില്ല. അതായത് തലേന്ന് രാത്രി ആ ഫിസിക്കൽ കോണ്ടാക്ടിന് ശ്രമിക്കുന്നതിനിടയിൽ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ മരണശേഷം അവൾ കുറെ ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയില്ല. ആ ഡെഡ് ബോഡി അകത്ത് വെച്ച് അവളും അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അവിടെ പറന്നു നടന്നിരുന്ന കിളികളെല്ലാം ഒരു തുണിയിൽ ചുറ്റി വെക്കുന്നു. അത് അതിനുള്ളിൽ കിടന്ന് പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുകയാണ്. രാത്രിയായപ്പോഴേക്കും ഇതിന്റെ ബഹളം സഹിക്കവയ്യാതെ അവൾ അതിനെയെല്ലാം പുറത്തേക്ക് തുറന്നുവിടുന്നു. എന്നിട്ട് വീണ്ടും കഥ കടച്ച് വീട്ടിനുള്ളിൽ തന്നെ ഇരിപ്പാണ്. 2-3 ദിവസമായി അവൾ ആ ഇരിപ്പ് തുടങ്ങിയിട്ട്. അവളെ ജോലിക്ക് കാണാത്ത കാരണം സെക്യൂരിറ്റി അന്വേഷിച്ചു വരുന്നു. വീടിന് കുറെ തവണ മുട്ടിയെങ്കിലും ആരും തുറക്കാത്ത കാരണം അടുത്തുള്ള ഒരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് എന്റെ ഭർത്താവിന്റെ കൂടെയാണ് നിങ്ങൾ അന്വേഷിച്ചു വന്ന ആ ഉമ്മയുടെ ഭർത്താവൻ ജോലി ചെയ്തിരുന്നത്. ഉമ്മയും കാണാനില്ല, അവളുടെ ഹസ്ബൻഡ് ഗോപാലിനെയും കാണാനില്ല. സെക്യൂരിറ്റി പോയി കഴിഞ്ഞിട്ട് ആ സ്ത്രീയാകട്ടെ ഉമ്മയുടെ റൂമിന്റെ ജനലിലൂടെ ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനുള്ളിൽ നിന്ന് നല്ല ദുർഗന്ധം വരുന്ന കാരണം അവർ വൊമിറ്റ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ ആ ഡെഡ് ബോഡി എടുത്തിട്ട് സമാധി ഇരുത്തുന്ന പോലെ അവിടെ ഇരുത്തി അതിലു ചുറ്റും കളർ ബൾബൊക്കെ ഇട്ട് കുറെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെക്കുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ഗോപാലിന്റെ ബോഡി അഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയാകട്ടെ അവളുടെ അടുത്തേക്ക് കുറെ ആടുകൾ വരുന്നുണ്ട്. അതെല്ലാം അവളെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ബഹളം തൊട്ട് അടുത്തുള്ള ആൾക്കാരെല്ലാം തന്നെ കേട്ടു. അവരെല്ലാം പുറത്തിറങ്ങി നോക്കുന്നുണ്ട്. അവളാകട്ടെ ആടുകളോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. അങ്ങനെ രാത്രി എങ്ങനെയോ കഴിച്ചുകൂട്ടി. നേരം വെളുക്കാറായപ്പോഴേക്കും അവൾ ആ ആടുകളെ പുറത്തേക്ക് ഉന്തി തള്ളി കൊണ്ടുപോകുന്നു. അതിനോട് ദൂരേക്ക് പോകാൻ പറയുന്നുണ്ട്. അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കിയതും തന്റെ വാതിലിന്റെ ഫ്രണ്ടിലായിട്ട് ആ നാട്ടിലെ ആൾക്കാരെ ഡയൺ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. ഡയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രവാദി എന്നും പിശാചെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവൾ ആ ആടുകളെ എല്ലാം തന്നെ നേരെ ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയി വിടുന്നുണ്ട്. എന്നിട്ട് അവൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നു കയറുന്നു. പക്ഷെ ആ സമയം ഗോപാലിന്റെ ആ കൂട്ടുകാരന്റെ വൈഫ് അവളുടെ പുറകെ ഉള്ളിലേക്ക് കയറി. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. ഉള്ളില് ഗോപാലിന്റെ മൃതദേഹം കണ്ടിട്ട് ആ സ്ത്രീ പേടിച്ചുപോയി. എന്നാൽ ഉമയാകട്ടെ അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തുന്നു. ആ സ്ത്രീയുടെ കഴുത്തിന്റെ അടുത്തേക്ക് പോയി അവരെ കടിക്കാൻ വേണ്ടിയിട്ട് ഉമ ശ്രമിക്കുകയായിരുന്നു. അവരാകട്ടെ പേടിച്ചു നിൽക്കുകയാണ്.
എന്നാൽ പെട്ടെന്ന് ഉമ്മ പെണ്ണിലേക്ക് വലിഞ്ഞിട്ട് പറയുന്നുണ്ട്, എനിക്ക് എത്രത്തോളം ദാഹമുണ്ടെന്ന് നിനക്കറിയില്ല, പക്ഷേ ഈ ശാപം ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന എന്തോ ഒരു സാധനം എടുത്ത് ഇവരുടെ തലക്കടിച്ച് ഇവരെ അങ്ങ് കൊല്ലുകയാണ്. അവൾ എന്നിട്ട് താഴേക്ക് ഇരിക്കുന്നു. ആ സമയത്ത് അപ്പുറത്തെ റൂമില് ശീതളും കുടുംബവും തിരിച്ചെത്തിയെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ശീതളിനോട് പറയുന്നുണ്ട്, എനിക്കൊരു വെട്ടുകത്തി വേണമെന്ന്. എന്നിട്ട് അവിടുന്ന് വെട്ടുകത്തി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇപ്പോൾ അവൾ കൊന്ന ആ സ്ത്രീയുടെ ശരീരം വെട്ടിനുറുക്കി പ്ലാസ്റ്റിക് ബാഗിലാക്കുന്നു. എന്നിട്ട് അതെല്ലാം കൊണ്ടുപോയി അവൾ ആ ആടുകളെ കയറ്റിവിട്ടില്ലേ ആ കാട്ടിലേക്ക് കൊണ്ടിടുകയാണ്. ആ ആടുകളെല്ലാം തന്നെ ഓടി വന്ന് ആ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ തിന്നാൻ തുടങ്ങി. ഈ ആടുകൾ എങ്ങനെയാണ് മൃതദേഹം തിന്നുന്നതെന്നല്ലേ അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. എന്നിട്ട് അവൾ അവളുടെ ട്രാൻസ്ജെൻഡർ കൂട്ടുകാരി എടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നിന്റെ ഒരു സഹായം വേണമെന്ന്. കുറച്ച് കാശും അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അവരാകട്ടെ നേരെ ഒരു ടെമ്പോ ഡ്രൈവറെ കാണുന്നുണ്ട്. എന്നിട്ട് എന്തോ കാര്യം പറഞ്ഞേൽപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഉമയാകട്ടെ ഗോപാലിന്റെ മൃതദേഹം വെള്ളത്തുണിയിൽ ചുറ്റിപ്പൊതിഞ്ഞ് ആ ഡ്രൈവറുടെ സഹായത്തോടു കൂടി വണ്ടിയിൽ കൊണ്ടുപോകുന്നതാണ്. എന്നാൽ പാതി വഴിക്ക് അയാൾ അവളെ ഇറക്കി വിട്ടു. ഈ നാട്ടിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി എനിക്ക് നിന്റെ കൂടെ വരാൻ വയ്യാന്ന് പറയുന്നു. അങ്ങനെ അവസാനം ഉമ്മ ഒരു ഉന്തുവണ്ടിയിൽ ആ മൃതദേഹം വെച്ചുകൊണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് ഗോപാലിന്റെ മൃതദേഹത്തിന് തീ കൊളുത്തുന്നു. രാവിലെ ആയപ്പോഴേക്കും തീ കിട്ട് അത് ചാരമായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അഘോരി അവിടേക്ക് വരുന്നുണ്ട്. അയാൾ ആ ചാരം എല്ലാം തന്നെ അവൾക്കൊരു ടിന്നിനകത്ത് വാരിയിട്ട് കൊടുക്കുന്നുണ്ട്. അവൾ അതും കൊണ്ട് റോഡിലൂടെ നടക്കുകയായിരുന്നു. നടന്ന് മൂക്കും കുത്തി താഴെ വീണു. ബോധം കിട്ടുകിടന്ന അവളെ കുറച്ച് സന്യാസി സ്ത്രീകളാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അവളുടെ മൂക്കിന് ചെറിയ പൊട്ടലുണ്ടായിരുന്നു. ആ സ്ത്രീകളാകട്ടെ അവളോട് പറയുന്നുണ്ട്, നിന്റെ അസുഖം ഭേദമാകുന്നവരെ നീ ഇവിടെ നിന്നോ, കഴിക്കാനുള്ള ആഹാരവും ഞങ്ങൾ തരാമെന്ന്. പക്ഷെ ഞങ്ങൾ മാംസമൊന്നും കഴിക്കില്ലെന്ന് അവർ പറയുന്നു. അവർ തന്ന ആഹാരവും വാങ്ങിയിട്ട് അവളത് കഴിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അവരവിടുന്ന് പോയി കഴിയുമ്പോൾ അവിടേക്ക് ഒരു ചെറിയ പക്ഷി കയറി വരുന്നു. അവളാകട്ടെ അതിനെ പിടിച്ചങ്ങ് തിന്നു. ആ സ്ത്രീകളാകട്ടെ അവളുടെ മുറിവെല്ലാം തന്നെ വെച്ച് കെട്ടി. അവിടെ ഇരുന്നു കൊണ്ട് അവൾ ശീതളിനെ ഫോൺ ചെയ്യുന്നു, എനിക്ക് നിന്റെ സഹായം വേണമെന്ന് പറഞ്ഞിട്ട്. ശീതളോട് പറയുന്നുണ്ട്, നാട്ടുകാരെല്ലാം നിന്നെ കുറിച്ച് ഓരോന്നാണ് പറയുന്നത്, നീ ഡയനാണെന്ന് പറയുന്നു. പക്ഷെ നീ അങ്ങനെയൊന്നും അല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്, നീ നല്ല വ്യക്തിയാണ്. അങ്ങനെ രാത്രിയായപ്പോ സന്യാസിമാരിൽ ഒരാളാകട്ടെ അവളെ അവളുടെ വീടിന്റെ അടുത്ത് കൊണ്ടുവിട്ടു. വീടിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അവൾ കാണുന്നത് ആൾക്കൂട്ടം ഒരു പോലീസുകാരനെയായിരുന്നു. ആ ആൾക്കാരാകട്ടെ അവളുടെ വീട് തുറന്നതും അതിനുള്ളിൽ നിന്ന് ഒരുപാട് പക്ഷികൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവര് കാണാതെ പെട്ടെന്ന് അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ചെന്ന് നിൽക്കുന്നതാകട്ടെ ഒരു പോലീസുകാരന്റെയും ഒരു സ്വാമിയുടെയും മുന്നില്. അയാളാകട്ടെ ഇവളുടെ ദേഹത്തേക്ക് ഗംഗാജലമൊക്കെ ഒഴിച്ചിട്ട് ഒഴിഞ്ഞു പോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ വെള്ളം തളിച്ചതും ബാക്കിലുള്ള ഒരു പോസ്റ്റിൽ നിന്ന് തീപ്പൊരി വരാൻ തുടങ്ങി. ഇത് കണ്ട് പേടിച്ച് അവരവളുടെ കാൽക്കൽ വീഴുന്നു, ഞങ്ങളെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. ആ അവസരം മുതലാക്കി അവൾ അവിടെ നിന്ന് ഓടുന്നുണ്ട്. ആ ഓട്ടത്തിനിടയിൽ കാണിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് 2 ലൈൻമാൻ നിന്ന് അവിടുത്തെ പോസ്റ്റിൽ എന്തോ പണിയെടുക്കുന്നത്. അത് കാരണമാണ് അവിടെ തീപ്പൊരി ഉണ്ടായത്. പക്ഷെ മറ്റേ ആൾക്കാർ തെറ്റിദ്ധരിച്ചു. അവൾ ഓടിച്ചെല്ലുമ്പോ അവളെ കാത്ത് അവിടെ ശീതളും കൂട്ടരും ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ കയറി അവൾ പോകാൻ തുടങ്ങിയതും ആൾക്കാരെല്ലാം തീപ്പന്തമായിട്ട് അവരുടെ പുറകെ കൂടി. ഇവള് പെട്ടെന്ന് വണ്ടിയിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവരെല്ലാം പേടിച്ച് ബാക്കിലേക്ക് മാറി. അവളെ കണ്ടത് അവര് പറയുന്നുണ്ട്, നീ ഒരു മൃഗമാണെന്ന്. എനിക്ക് മനുഷ്യനാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്തായാലും നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ മൃഗമായിരിക്കുന്നതിൽ എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ കാണിക്കാൻ തുടങ്ങി. അവരിത് കണ്ട് പേടിച്ചോടി. പിന്നീട് ശീതൾ ഇവളെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറക്കി വിടുന്നത്. അവൾ അവിടെ നിന്നും ഹിമാലയൻ എക്സ്പ്രസ് പിടിച്ചു. ട്രെയിനുള്ളിലേക്ക് കയറിയ അവളാകട്ടെ തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കറുത്ത വസ്ത്രം ധരിക്കുന്നുണ്ട്. ട്രെയിനുള്ള കണ്ണാടിയിൽ അവളുടെ മുഖം കാണിക്കുമ്പോൾ അവൾക്ക് വാമ്പയറിനെ പോലെ പല്ലുകൾ ഉണ്ടായിരുന്നു. പുറത്തേക്ക് നോക്കുമ്പോഴാകട്ടെ ആ ആടുകളെല്ലാം തന്നെ ആ ട്രെയിനിന്റെ പുറകെ ഓടി വരുന്നു. അവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. ശരിക്കും നമ്മുടെ ഉമ ഒരു വാമ്പയർ ആണ്. അതുകൊണ്ടാണ് അവൾക്ക് മനുഷ്യന്മാർ കഴിക്കുന്ന പോലെ ആഹാരം കഴിക്കാൻ പറ്റാത്തത്. അവൾ രക്തമായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. അവൾ രക്തം കുടിച്ചിട്ട് ആ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പക്ഷികളുടെ മൃതദേഹങ്ങൾ വെച്ചിരുന്നില്ലേ, പക്ഷെ അതെല്ലാം തന്നെ പിന്നീട് ജീവൻ വെച്ചു പോകും. അതായത് ഇവള് കടിക്കുന്ന എല്ലാവരും വാമ്പയർ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ആ ആടുകളെല്ലാം തന്നെ വാമ്പയറായി മാറി അവളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നതും പക്ഷികൾക്ക് ജീവൻ വെച്ചതും. അവൾ ആ സ്ത്രീയെ കൊന്ന് കാട്ടിലേക്ക് കൊണ്ടിട്ടപ്പോ ആ ആടുകള് മാംസം ഭക്ഷിച്ചതും അതുകൊണ്ട് തന്നെയാണ്. സാധാരണ ആൾക്കാര് വെയിലത്തങ്ങനെ നടന്നു പോകുമ്പോഴും ആ വെയിൽ കൊണ്ടിട്ട് അവൾക്ക് തണുക്കുമായിരുന്നു. അത് അവളുടെ ഉള്ളിൽ വാമ്പയറിന്റെ രക്തമായതുകൊണ്ടാണ്. ഒരുപക്ഷെ അവളുടെ വാമ്പയർ ആയതുകൊണ്ടാകാം ഫിസിക്കൽ കോണ്ടാക്ടിന് ശ്രമിക്കുന്നതിനിടയിൽ ഗോപാല് മരിച്ചുപോയതും. ആ സ്ത്രീയെ അവള് കടിച്ചു കൊല്ലാതെ തലക്കടിച്ചു കൊന്നതിന് കാരണം ഇതുകൊണ്ട് തന്നെയായിരുന്നു. അവളെ കടിച്ചു കഴിഞ്ഞാൽ അവളും വാമ്പയർ ആകും. അങ്ങനെ ഒരു വാമ്പയർ ആകാനുള്ള യോഗ്യതയൊന്നും അവൾക്കില്ലാന്ന് ഉമ്മയ്ക്ക് തോന്നി. ആദ്യമൊക്കെ മനുഷ്യന്മാര് കഴിച്ച പോലെ ആഹാരം കഴിച്ചിട്ട് അവൾക്ക് എനർജി കിട്ടിയിരുന്നില്ല. രക്തമൊന്നും അവൾ കുടിച്ചു തുടങ്ങിയോ അപ്പോഴാണ് അവൾ നോർമൽ ആയത്. അവള് വാമ്പയർ ആണ് എന്നുള്ളതിനുള്ള തെളിവായിരുന്നു അവളുടെ കൂർത്ത പല്ലുകളും അവളെ തേടിയ ട്രെയിനിന്റെ പിറകെ ഓടി വന്ന ആടുകളും. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.